ഇപ്പോൾ വീണ്ടും ഈ 20 പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് ഹമാസ് പറയുമ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം, ഒരു നിലപാടാണ് ഇതിൽ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നിരായുധീകരണം, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവിയിലേക്കുള്ള ഭരണ സംവിധാനം, ഇക്കാര്യങ്ങളിലൊക്കെയും ചർച്ച വേണ്ടതുണ്ട്. കുറേ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അവ്യക്തതകൾ ദൂരീകരിക്കണം എന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു ഫലസ്തീൻ സർക്കാർ, അത് ടെക്നോക്രാറ്റുകൾ പുറമെ നിന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടില്ല. ആ പ്രതികരണത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് ടെക്നോക്രാറ്റുകളും സ്വതന്ത്രമായിട്ടുള്ള ഫലസ്തീൻ നിരീക്ഷണ സമിതിയുടെ ഒരു സംവിധാനവുമായിട്ട് അതിൽ ഹമാസ് പോലും പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കൂടി ആ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ തുറന്ന ചർച്ചകൾക്ക് സന്നദ്ധമാണ്. ആ ചർച്ചയുടെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈ ബന്ദികളുടെ കൈമാറ്റത്തിന് തങ്ങൾ ഒരുക്കമാണ്. അതുപോലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടണമെന്ന് പറയുമ്പോൾ ഹമാസ് അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. പക്ഷേ ഈ ഉത്തരവാദിത്വം ഇസ്രായേലിനും അമേരിക്കക്കും അതോടൊപ്പം അറബ് മുസ്ലിം രാജ്യങ്ങൾക്കും അവരിലേക്ക് കൂടി ഈ ബാധ്യത വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ തന്ത്രപരമാണ് ഈ ഒരു സമീപനം. അതല്ലാത്തൊരു സമീപനം ഹമാസ് സ്വീകരിക്കുകയാണെങ്കിൽ ഈ കൊടും ക്രൂരത, വംശഹത്യ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു നിലപാട് ചർച്ചകളിലൂടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷേ നേരത്തെ നെതന്യാഹു വൈറ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു വന്ന ഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും പറഞ്ഞത് ഈ നിർദ്ദേശങ്ങളിൽ ഒരു ഭേദഗതിയും വരുത്താൻ ഒരു നിലക്കും തങ്ങൾ അനുവദിക്കുകയില്ല. എന്താണോ ഇപ്പോൾ മുന്നോട്ട് വെച്ച 20 പദ്ധതി അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. അതായത് നിരായുധീകരണവും ഒരു പുറമെയുള്ള ഒരു കൊളോണിയൽ ഭരണ സംവിധാനവും ഇതൊക്കെയും ഈ ഫലസ്തീൻ ജനത സഹിച്ചുകൊള്ളണം എന്നതായിരുന്നു നിലപാട്. ആ നിലപാടിനെയാണ് ഇപ്പോൾ ട്രംപ് തകിടം മറിച്ചിരിക്കുന്നത്. കാരണം ഹമാസിന്റെ പ്രതികരണം സുസ്ഥിരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം ഹമാസ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഹമാസിന്റെ പ്രതികരണം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്.